ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഏറ്റവും വലിയൊരു ഡ്രീമാണ്. എങ്ങനെയെങ്കിലും തീർക്കണം. പക്ഷേ മൂഡില്ല. പലരും പറയുന്നൊരു കാര്യമാണിത്. എനിക്കത് ചെയ്യാനായിട്ടൊരു മൂഡ് വരുന്നില്ല. ചിലർ അഭിമാനത്തോടെ പറയും, എനിക്ക് മൂഡുണ്ടെങ്കിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് മൂഡ് വേണം പണിയെടുക്കാൻ. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചില ദിവസങ്ങളിലെങ്കിലും ഈ ഒരു പ്രശ്നത്തെ നേരിട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാനായിട്ട് നമുക്കൊരു മൂഡ് വരുന്നില്ല, ഒരു മൈൻഡ് സെറ്റ് ഫീൽ ചെയ്യുന്നില്ല. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ ജെയിംസ് ക്ലിയർ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ ഇദ്ദേഹം ട്രെയിൻ ചെയ്യുന്ന ജിമ്മിൽ ഒരു പ്രശസ്തനായ കോച്ചിനെ പരിചയപ്പെടാനായിട്ടിടയായി. ഒരുപാട് അത്ലറ്റുകളെ, ഒരുപാട് ഒളിമ്പിക് ചാമ്പ്യന്മാരെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ജെയിംസ് ക്ലിയർ ഇയാളോട് ചോദിക്കുകയാണ്, എല്ലാ കായിക മത്സരത്തിലും ചിലർ 1-ാം സ്ഥാനത്തെത്തും, ചിലർ ബെസ്റ്റ് ആവും, ബാക്കിയുള്ളവരെല്ലാം പിന്തള്ളി. ഈ മികച്ചു നിൽക്കുന്നവരും ബാക്കിയുള്ളവരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ചില ഉത്തരങ്ങൾ തന്നെയാണ് ഈ ട്രെയിനറും നൽകിയത്. കഴിവ്, അല്ലെങ്കിൽ ഭാഗ്യം, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ ഒപ്പം ജെയിംസ് ക്ലിയർ പ്രതീക്ഷിക്കാത്തൊരു ഉത്തരം കൂടി ഈ ട്രെയിനർ കൊടുത്തു. ഇതൊക്കെ ഉണ്ടായാലും ഈ രണ്ട് കൂട്ടരെയും, മികച്ചു നിൽക്കുന്നവരെയും സാധാരണക്കാരെയും വേർതിരിക്കുന്നത് ഒരു കാര്യമാണ്, ഒറ്റ കാര്യം. അവർ ബോറടിച്ചുകൊണ്ടും പണിയെടുക്കാൻ പഠിച്ചിട്ടുള്ളവരാണ്. അതായത് സെയിം കാര്യം തന്നെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മടുപ്പുണ്ട്, ഒരു ബോറടിയുണ്ട്, ചെയ്യാൻ മൂഡ് തോന്നാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഈ മികച്ചു നിൽക്കുന്നവർ മൂഡ് നോക്കാതെ, അവരുടെ ബോറടി നോക്കാതെ വീണ്ടും അതേ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്, പ്രാക്ടീസിന് വരുന്നു എന്നുള്ളതാണ്. ബോർഡം ഹാൻഡിൽ ചെയ്യാൻ ഈ കൂട്ടർക്ക് നന്നായിട്ടറിയാം. എല്ലാ ദിവസവും എക്സസൈസും വെയ്റ്റ് ലിഫ്റ്റിങ്ങും തന്നെയാണ്. ചില ദിവസങ്ങളിൽ അതിന് തോന്നാത്തപ്പോഴും ഈ മികച്ചു നിൽക്കുന്നവർ അവിടെ വരും. അവർ അവരുടെ മൂഡിനെ ആശ്രയിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ മികച്ചു നിൽക്കുന്നവർക്ക് നമ്മളെപ്പോലെ തന്നെയാണ്. അവർക്ക് പ്രത്യേകതരം മനഃശക്തിയൊന്നുമില്ല. അവർക്ക് മടി തോന്നുന്നു, അവർക്ക് അലസത തോന്നുന്നു, അവർക്കും സംശയങ്ങൾ തോന്നുന്നു. അല്ലാതെ അവർക്ക് വലിയ മോട്ടിവേഷൻ സംഭരണിയൊന്നും അവർക്ക് മാത്രമായിട്ടില്ല. പക്ഷേ ഈ മൂഡ് നോക്കാതെ പ്രവർത്തിച്ച് അവരൊരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പ്രാക്ടീസിന് പോയി, ആ സമയത്ത് ജിമ്മിൽ പോയി പരിശീലിച്ച് മൂഡ് നോക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഈ കൂട്ടർ പഠിക്കും. ഇത് സ്വഭാവത്തിൽ അലിഞ്ഞു ചേരും. ലൈഫ് ഈസ് ഓൾ അബൌട്ട് റിപ്പീറ്റേഷൻ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാസ്റ്റർ ആവണമെങ്കിൽ, മികച്ചു നിൽക്കണമെങ്കിൽ, ഒരു മുൻ നിരയിലേക്ക് വരണമെങ്കിൽ അതിൽ അത്രത്തോളം സമയം ചെലവഴിച്ച്, അത്രത്തോളം തവണ അത് ആവർത്തിച്ച് നമ്മളത് ഹൃദിസ്ഥമാക്കണം. ഒരു ക്രിക്കറ്റ് പ്ലെയർ ഒരു കളിക്കിടയിൽ വളരെ കുറച്ച് ബോളുകളെ ഫേസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ കുറച്ച് ബോളുകളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ട്രെയിനിങ് ടൈമിൽ അല്ലെങ്കിൽ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ബോളുകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. എത്രയോ തവണ ഇത് ആവർത്തിച്ചിട്ടുണ്ടാവും. എല്ലാ ദിവസവും ബാറ്റുമായിട്ട് വരുന്നു, ചീരിപ്പാഞ്ഞു വരുന്ന ബോളുകളെ തടുത്തിടുന്നു. ഇത് തന്നെ എല്ലാ ദിവസവും ആവർത്തിച്ചാണ് ഇദ്ദേഹം ആ ബോളുകളെ അത്രയും നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. മികവിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നാണ് ഈ ബോറടി എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്ത് ബോറടി മാറ്റാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. നമ്മുടെ ചുറ്റും അവസരങ്ങളാണ്. പെട്ടെന്ന് ബോറടി മാറ്റുന്ന, ഒരു ക്ലിക്കിൽ ബോറടി മാറ്റുന്ന രീതിയിൽ, ഒരു ക്ലിക്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറാം, ഒരു ക്ലിക്കിൽ നമുക്ക് യൂട്യൂബിൽ കയറാം. നമ്മുടെ ചുറ്റും നമുക്ക് ബോറടി മാറ്റാനുള്ള അവസരങ്ങളാണ്, അത് നിമിഷങ്ങൾക്കുള്ളിൽ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മികച്ചു നിൽക്കണമെങ്കിൽ വി ഹാവ് ടു എംബ്രേസ് ബോർഡം. അമച്ചേഴ്സും പ്രൊഫഷണൽസും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. അമച്ചേഴ്സ് മൂഡിനെ ആശ്രയിച്ച് നിൽക്കുന്നു, പ്രൊഫഷണൽസ് ഷെഡ്യൂളിനെ ആശ്രയിച്ച് നിൽക്കുന്നു. ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ചില ദിവസം പണിയെടുക്കാനായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ജിമ്മിൽ പോവുകയാണെങ്കിൽ ഒരു ദിവസം ലീവ് എടുക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണെങ്കിൽ ചില ദിവസം എഴുതാനായിട്ടൊരു ഫീല് കിട്ടുന്നില്ല. പക്ഷെ പ്രൊഫഷണൽസ് അങ്ങനെ ഒരു ഫീൽ ഇല്ലാത്ത സമയത്തും പ്രത്യക്ഷപ്പെടും. അവർ ആ സമയത്തും ആ ജോലി ചെയ്യാൻ വേണ്ടി പോയിരിക്കും. ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മൾ അമച്ചേഴ്സ് ആണെങ്കിൽ പ്രൊഫഷണൽസ് ആവേണ്ട ഒരു സമയമാണ്. നമ്മൾ മൂഡിനെ നോക്കി ജീവിക്കുന്നവരാണെങ്കിൽ, മൂഡിനെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതൊരു ഷെഡ്യൂളിലേക്ക് മാറ്റേണ്ട സമയമാണ്. ഈ പാഷൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന 92% പേരും തോറ്റുകൊടുക്കുന്ന, അല്ലെങ്കിൽ ഗീവപ്പ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് ഈ ബോറടിയുടെ മൊമെൻ്റാണ്. ആ ഒരു വിരസതയുടെ കഷ്ടപ്പാട്, ആ ഒരു ആവർത്തനത്തിൻ്റെ കഷ്ടപ്പാട്, അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. ലേൺ ടു എംബ്രേസ് ബോർഡം. ബോറടിയെ സ്നേഹിക്കാൻ പഠിക്കുക, ബോറടിയിലും അധ്വാനിക്കാൻ പഠിക്കുക. മൂഡില്ലാത്തപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം സംഭവിക്കും.